അച്ഛാ, 4 പേര് 2 ഉണ്ടി വളർത്തിയ പോത്ത്, 2 സത്യമുളക് ഇട്ടത്. ഉണ്ണി വളർത്തിയത് 2, സത്യമുളക് ഇട്ട 2. ഇവിടെ ചോറ് കിട്ടില്ല രേഷേട്ടാ, ഇവിടെ ചോറ് കിട്ടില്ലല്ലോ. എന്താ വെറുതെ ഇവിടൊക്കെ കഴിഞ്ഞവർക്ക് കൊടുക്കേ. അച്ചാർ നിങ്ങൾ ഇരിക്കാനല്ല. തരാം. ഉണ്ണി വളർത്തിയ പോത്ത് അവിടെ ഉണ്ണി വളർത്തിയ പോത്ത് 3 അവിടെ കൊടുക്കുകയാണോ ചോദിച്ചിട്ട് കൊടുക്കാത്തത്? നീ അത് പോയി എടുത്തു കൊടുത്തറ. കിട്ടിയാൻ കേട്ടു ഞാൻ. ഉണ്ണിപ്പോത്ത് കൊടുക്കേ. നിങ്ങള് ഭാസ്കരട്ട് നമ്മളെ മുമ്പത്തെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായി കലമ്പീറ്റ് പോയത്. ഓറോടൊന്ന് വരാൻ പറയണം കേട്ടോ, ചിലൊന്ന് കാണിട്ട് സംഭവം. ഭാസ്കരട്ടോട് ഞാൻ ചോദിച്ചോടാ. ഹലോ ചേച്ചി. ആ മന്മതാ, ഇല്ല തുടങ്ങി ഇന്നലെ തുടങ്ങി. ഇല്ല നല്ല റെസ്പോൺസാണ്, ആളുകൾ വന്നു തുടങ്ങിയല്ല. ഞാൻ ലൊക്കേഷൻ ഇട്ട് തന്നില്ലേ, നമ്മുടെ ആ പഞ്ചായത്ത് കിണറിന്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടേ ആരോടെങ്കിലും ചോദിച്ചാൽ മതി, സത്യന്റെ പറമ്പിലെ കടയിൽ നിന്ന്. പിന്നെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ തന്നെ. ബീഫ് പൊളുത്തിയത് കേട്ടാ പുള്ളി, ബീഫ് പൊളുത്തിയത് 200. ഇത് പല്ലക്കുത്തി മതിയല്ലേ. ഉണ്ണി വളർത്തിയ പോത്ത് 2. ശരി, എന്റെ പ്രശ്നമാണ് ആ കുളം കൊണ്ടാ. ആ കുളം നോക്കാൻ കൂട്ടി അത് ഇത്രയില്ല വരാലിനെ പിടിക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, എല്ലാം വിശ്വസിച്ച് കഴിക്കാൻ പറ്റും. അടിപൊളി തനതായ ശൈലിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. വലിയ ഇനിയും വരണം. അതിനകത്ത് മീൻ പിടിക്കേണ്ട സമയം എനിക്ക്. പായസം കിട്ടിയാടാ? പായസം കിട്ടിയില്ല. ഇങ്ങോട്ട് പോരി. ഭക്ഷണം ഇവിടെ വന്നിട്ട് കഴിക്കാം. അച്ഛാ, എങ്ങനെയുണ്ട് ഇപ്പൊ? തരക്കടില്ല, അത് നമുക്ക് നേരത്തെ തുടങ്ങണ്ടായിരുന്നു. അതെ, നമ്മുടെ പഴയ കടയിൽ ഉണ്ണി സുധി ഉണ്ടാക്കി കൊടുത്ത ചീഞ്ഞ ഫുഡ് തന്നെയാണ് ഈ പൊട്ടന്മാര് വന്നിരുന്ന് തിന്നണണ്ട. ഇനിയിപ്പൊ ഇന്ന് ചെലവാകാത്തത് നാളെ എന്തെങ്കിലും പേരിട്ട് കൊടുത്താ തിന്നോളും. അതെ, നമ്മുടെ ആ ഫുഡ് ബ്ലോഗർ ഇല്ലേ മന്മഥനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. മന്മഥൻ ഇത് ബ്ലോഗ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടാലുണ്ടല്ലോ, ലോകം മുഴുവൻ സത്യന്റെ പറമ്പിലെ ഹോട്ടലിൽ ഹിറ്റാവും. പിന്നെ ഇവിടെ നിക്കാൻ പറ്റില്ല, കൈവച്ചാ കണ്ടിക്കണ കച്ചവടം ആയിരിക്കില്ലേ. പിന്നെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മള് ടൗണിൽ ചായക്കട നടത്തിയിരുന്നു പറയരുത്. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാലോ. അച്ഛനല്ലേ എല്ലാവർക്കും അറിയാവുന്നത്, മുതുമുത്തച്ഛനായിരിക്കും അറിയാമോ? നമുക്ക് പോലും അറിയാൻ പാടില്ല. അപ്പൊ നമ്മുടെ മുതുമുത്തച്ഛന്മാരൊക്കെ രാജകൊട്ടാരത്തിലെ പാചക വിദഗ്ധരാണെന്നും പിന്നെ നമ്മളിവിടെ പാചകം ചെയ്യണത് പഴയ സന്യാസി വര്യന്മാരുടെ രുചിക്കൂട്ടുകളാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞടിച്ചോ. ആരും അത് അന്വേഷിക്കാനൊന്നും പോണില്ല. ഇപ്പൊ ഒറ്റ ദിവസം കൊണ്ട് ആള് കയറിയേക്കണണ്ട. എന്താ ഉണ്ണി, നമ്മള് 2-3 ദിവസം കൊടുത്തിനല്ല, ആ കുളത്തുനിന്ന് കയ്യോടെ മീൻ പിടിച്ചിട്ട് അപ്പ തന്നെ പൊരിച്ചു കൊടുക്കുന്നു. അതില് മീനുണ്ട്, ഒരു തവളക്ക പോലില്ല. ഞാൻ ഇന്നലെ പെരുത്തി നോക്കി. അതൊക്കെ പറയുന്നു. ആ കുളത്തിന്റെ അടുത്തൊരു ചൂണ്ട ഇട്ടേക്കണണ്ട. ആ ചൂണ്ടയുമ്പോ ഞാനൊരു മീൻ കൊളുത്തിയിട്ടിട്ടുണ്ട്. നീ ആ ഓർഡർ ചെയ്യണ ആളുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ പെടപ്പിച്ച് ഇങ്ങോട്ട് പിടിക്കണം. അതിന്റെ മുമ്പിൽ കൂടി അങ്ങോട്ട് പോകണം പെടക്കണ പോലെ. അത് ശരിയാക്കി കൊടുക്കും. പക്ഷെ വേറെ കുറെ ഓർഡർ വന്ന് എന്താക്കും? എടാ, അവിടെ ഇന്നലത്തെ ബാക്കിയൊക്കെ ഇരിപ്പുണ്ട്. ഇതൊന്ന് കാണിച്ചിട്ട് അതങ്ങാട് പൊരിച്ചു കൊടുത്താ പോരെ. ഇനി അത് അവിടെ പോയി കൊപ്പിളിക്കാൻ നിൽക്കണ്ട. എടാ, അതൊന്ന് വെച്ചേക്കാണ്. ചോദിക്കാതെ പറിച്ചോണ്ട് പോവല്ലേ ഏട്ടാ. ആളുകൾ ചോദിച്ചാൽ കൊടുത്താ മതി. എടാ സുധി, നീ അയില വറുത്ത് കടിച്ചു പിടിച്ചേക്കണ എന്താ അവിടെ കൊണ്ട് വെച്ചേ? ഇത് മീശ അയിലല്ല. ശരി, ഇവിടെ നോക്കിയപ്പോ അതിനകത്ത് അവന് അയില കടിച്ചു പിടിച്ചേക്കല്ലേ. അല്ല രാഘവട്ടാ, നല്ല തിരക്കാണല്ലോ. ആൾക്കാർ ഭക്ഷണത്തിന് കാത്തിക്കുക. ഇറങ്ങി
നല്ല തിരക്കാൻ തോന്നുന്നു. നല്ല തിരക്കാ. സത്യന്റെ പറമ്പില് സാപ്പാട് പായലാണ്. എന്താണ് സത്യേട്ടാ പുതിയായിട്ടൊരു ഹോട്ടൽ തുടങ്ങുമ്പോ നമ്മളോടൊക്കെ പറയണ്ടെങ്കിൽ? അതെ, ഒന്നും പറയാൻ സമയം കിട്ടിയില്ല, പെട്ടെന്ന് തുടങ്ങേണ്ടി വന്നു. അങ്ങോട്ട് തുടങ്ങാ ഈ പരിപാടി എന്ന് പറഞ്ഞപ്പോഴേ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാന് രാഘവട്ടം മറുപടി വിവരറിയണേ. എന്നെ രാവിലെ വരാൻ വേണ്ടി വിളിച്ചേ, ഞാനക്ക് വരാൻ പറ്റില്ല. ഞാൻ മൂപ്പരെ കൂടെ നേരെ കൊണ്ട് പോകുന്നു. ഉസാർ സെറ്റപ്പ് ആട്ടോ. മൊയ്തൂക്ക് വന്നിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യലൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്ക്. എന്തൊക്കെയാ സ്പെഷ്യൽ? എന്തൊക്കെയാണ്? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് മട്ടൻ മീനാക്ഷി, വരാൽ വർമ്മ, ബീഫ് കോടാലി, ആൻഡ്രോയിഡ് മുട്ടക്കറി, ബീഫ് ബട്ടർഫ്ലൈ. മട്ടൻ മീനാക്ഷി മട്ടൻ മീനാക്ഷി എന്ന് പറഞ്ഞാൽ മട്ടനും മീനും കൂടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ഗംഭീര സാധനമാണ്. അല്ല എന്താ വരാല് ബർമയോ? അതെന്തത് ബർമ കുടുംബത്തിലെയാ? അതായത് നമ്മളിപ്പോ ഈ ഷവർമയൊക്കെ ഉണ്ടാക്കൂലേ, അത് മറ്റേ ചിക്കൻ മറ്റേ കമ്പിയുടെ ഉള്ളിൽ കുറത്തിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കണതല്ലേ. ഇത് നമ്മള് വരാലിനെ പിടിച്ചിട്ട് കമ്പിയിൽ കുറത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ ചെത്തിയെടുക്കും. ഒരു പണി, നമുക്ക് ആ മട്ടൻ മീനാച്ചും വരാൽ വർമ്മ ഓരോ പ്ലേറ്റ് എടുത്തോളൂ. പൊറോട്ട ഉണ്ണി മൊയ്തൂക്കാക്കെ മട്ടൻ മീനാക്ഷിയും വരാൽ വർമ്മയും. മുട്ടക്കറി വേണ്ട ലൈവ് അടിച്ചോ കുളത്ത് നേരിട്ട് പിടിച്ചിട്ട് നമ്മ കൊടുക്കുന്നേ. അത് പിടിച്ചു കൊടുക്ക്. അതിലുണ്ടാ കൊച്ചു മിണ്ടായിക്കട പിടിച്ചു കൊടുക്കാം. പിന്നെ മൊയ്തോ, ഈ വരാൽ വർമ്മയ്ക്ക് കുറച്ച് സമയം എടുക്കും. അതിപ്പോ നമ്മളിവിടെ ഉള്ളത് മതിയോ അതോ ഈ കുളത്തുനിന്ന് പിടിച്ചോ വേണോ? കുളത്തുനിന്ന് പിടിച്ച് ഫ്രഷ് ആയിക്കോട്ടെ. അതെ അപ്പൊ ലേശം സമയം എടുക്കും. അല്ല അപ്പൊ തീറ്റപ്പ കൊടുത്തിട്ടുള്ളു, അത് ചങ്കന്ന് ഇറങ്ങാനുള്ള ഒരു ലേശം സമയം എടുക്കും. ആർക്ക് തീറ്റ കൊടുത്ത്? തിരികെ കൊല്ലാൻ പറ്റില്ല. ചെലവ് രാഘവട്ടനെ പോയാ അന്ന് എങ്ങനെ ലിഫ്റ്റ് ഇരിക്കാം. മന്മത മറിമായം